അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വർദ്ധിച്ചു വരുന്ന റാഗിങ്ങിനെതിരെ മൊബൈൽ ആപ്ലിക്കേഷനുമായി മൂവാറ്റുപുഴ സ്വദേശിയായ വിദ്യാർത്ഥി ഈസ്റ്റ് കടാതി KA അർജുനാണ് ആന്റി റാഗിംഗ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്ത് മൂവാറ്റുപുഴ സ്വദേശിയായ വിദ്യാർത്ഥി. റാഗിംഗ് സാഹചര്യമുണ്ടായാൽ ഒരു ബട്ടൺ അമർത്തിയാൽ കോളേജ് പ്രിൻസിപ്പലിനും വാർഡനും രക്ഷിതാക്കൾക്കും അടിയന്തര സന്ദേശം അയക്കുന്ന ആന്റി റാഗിംഗ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രോട്ടോടൈപ്പാണ് പാലാരിവട്ടത്തെ സ്ഥാപനത്തിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് വിദ്യാർത്ഥിയായ ഈസ്റ്റ് കടാതി കരിപ്പുറത്ത് KA അർജുൻ വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആന്റി റാഗിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചിനെ ആരെങ്കിലും റാഗ് ചെയ്തുകൊണ്ടിരിക്കുക, പല സ്ഥലത്ത് ഇപ്പോൾ റാഗിങ് നടക്കുന്നുണ്ട്, പല കോളേജിലും നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ചേച്ചിയുടെ ഫോണുണ്ട്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് വെക്കുക, അതായത് വോളിയം അപ്പോൾ ഡബിൾ ടാപ്പിൽ നോക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലത്തെ ലൊക്കേഷൻ, അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചേച്ചിയുടെ പ്രിൻസിപ്പലിൻ്റെ നമ്പറോ വാർഡൻ നമ്പർ അല്ലെങ്കിൽ സെക്യൂരിറ്റി നമ്പർ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് നമ്മുടെ ലൊക്കേഷനും ഒരു അലേർട്ട് മെസ്സേജും കൂടെ ചെല്ലും. ഇത് ഇത്രയും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാര്യം അവർക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് റാഗിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ്, ഇവർക്ക് ആ കറക്റ്റ് പോയിന്റ് ആ ലൊക്കേഷനിലോട്ട് ഓടി വന്ന് നമ്മൾ സേവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, അപ്പോൾ ഇവർ പ്രൂഫ് വയ്ക്കും, അത് ചുമ്മാ ഞെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ക്യാമറയും ഓഡിയോയും കൂടെ റൺ ആവുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് പ്രൂഫായിട്ട് ഒരു സെർവറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോളേജിൻ്റെ ആണെങ്കിൽ കോളേജ് സെർവറിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജിൽ നമ്മൾ വന്ന് സേവ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ സെർവറിലെ സ്റ്റോറേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് കാണാൻ പറ്റും. അപ്പോൾ വിത്ത് പ്രൂഫാണ് നമ്മൾ കള്ളനെ പിടിക്കുന്നത്, കള്ളനെയല്ല നമ്മൾ റാഗിങ് ചെയ്യുന്ന ആളെ പിടിക്കുന്നത്. സോ ഇതാണ് ആപ്ലിക്കേഷൻ. അതായത് പണ്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ചാർലിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആൻറ്റി റാഗിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ആപ്പ് നിർത്തിപ്പോയി. അതെന്ന് വെച്ചാൽ ജസ്റ്റ് അതുപോലെ ഇതിനകത്ത് കറൻറ്റിൽ അപ്പം തന്നെ അത് ഇൻസ്റ്റൻ്റായിട്ട് ഒരു പെറ്റീഷനും കൂടെ കോളേജിന് സെർവറിലോട്ട് പോകുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരിലോട്ട് പോകുന്നുണ്ട്. സോ പണ്ട് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതുവരെ ജസ്റ്റ് ചുമ്മാ പെറ്റീഷൻ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫേക്കായിട്ട് ഇപ്പോൾ ചേച്ചിട്ട് എന്നെ റാഗി ചെയ്തില്ലെങ്കിലും ചെയ്താലും പെറ്റീഷൻ അയച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ് നടക്കില്ലേ. അപ്പോൾ അത് ഫേക്ക് ആയതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ പോയത്. ഇപ്പോൾ നമ്മുടെ ആൻറ്റി റാഗിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ലൈവ് പ്രൂഫുകളാണ് പോകുന്നത്. അപ്പോൾ എന്താ, നമുക്ക് സെർവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സെർവറിലോട്ട് ആഡ് ചെയ്യാം. സെർവറിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ വന്നവർക്കും അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് എന്തായാലും കേൾക്കില്ല റാഗ് ചെയ്യുമ്പോൾ. അപ്പോൾ സൗണ്ട് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും. അതുപോലെ ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, എവിടെയെങ്കിലും ഒരു ഫേസോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്. മൊബൈലിൽ ആന്റി റാഗിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ റാഗിംഗ് ഉണ്ടാവുന്ന ഉടനെ തന്നെ മൊബൈലിലെ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ അടിയന്തര സന്ദേശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമായ ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് ഉൾപ്പെടുത്താനായി സെർവർ സ്പോൺസറിനെ അന്വേഷിക്കുകയാണ് ഈ 18-കാരൻ. അടുത്തായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ റാഗിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. ബട്ട് അന്ന് നമുക്ക് എവിടെ തുടങ്ങണം എന്നറിയത്തില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നത് കുറച്ച് പ്രോഗ്രാമിങ്ങും കുറച്ച് ഹാക്കിങ്ങും. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി എത്തിക്കൽ ഹാക്കിംഗ് സ്റ്റുഡൻ്റാണ് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി പാലാരിവട്ടം. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് സൈബർ സെക്യൂരിറ്റി നോളജ് ഉണ്ട്, പിന്നെ +1 +2 GHS പാമ്പക്കടയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രോഗ്രാം നോളജ് ഉണ്ട്. അപ്പോൾ ഈ രണ്ടും വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമ്മൾ സാധാ കമ്പനി പോലെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു, ഉണ്ടാക്കി. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആക്കാനായിട്ട് ഞാൻ അവനെ വെച്ച് ടെസ്റ്റ് ചെയ്തു. അത് അവൻ അവിടെ ആരെയും റാഗ് ചെയ്യാൻ വരുമ്പോൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ മെസ്സേജ് വരും, ഇങ്ങനെ റാഗ് ചെയ്യുകയാണ്, ഇന്ന സ്പോട്ടിലാണ് ഇവനുള്ളത്. അപ്പോൾ ഇതിനോട് കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് ലൈവ് പ്രൂഫ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറയിലും അതുപോലെ ഓഡിയോയും കൂടെ അലോ ചെയ്യാന്ന് വെച്ചത്. പക്ഷെ അതിനാണ് ഇപ്പോൾ നമ്മളൊരു സ്പോൺസറെ തേടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ റാഗിംഗ് പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിന് ഉത്തമ പരിഹാരം കണ്ടെത്തിയ അർജുൻ മൂവാറ്റുപുഴയ്ക്കെന്നും അഭിമാനം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ്, തൊടുപുഴ.